CK ഷാക്കിർ തരൂരിന് എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഒരു സംഘത്തിന്റെ തലവനാവുകയോ അംഗമാവുകയോ ചെയ്യുന്നതിൽ അർഹതയില്ല എന്ന് ആരും പറയുകയില്ല. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ തഴയുകയാണ് ഉണ്ടായത്. അപ്പോൾ BJP അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ പ്രതിനിധിയുണ്ട്, ലീഗിന്റെ പ്രതിനിധിയുണ്ട്, ET മുഹമ്മദ് ബഷീറുണ്ട്. ലീഗ് നൽകിയ ശുപാർശ അനുസരിച്ചാവണം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. ഇവിടെ തരൂർ എടുത്ത നിലപാടിനൊപ്പം താങ്കളൊരു നിലപാടെടുക്കുന്നുണ്ടോ? ലീഗ് ഒരു നിലപാടെടുക്കുന്നുണ്ടോ? അല്ല, ഇതിൽ രാഷ്ട്രീയം പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് വിഷയം രാഷ്ട്ര താല്പര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ നമ്മൾ മറുപടി പറയാനാണല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസ് സെക്രട്ടറി, ദേശീയ നേതാവ് ഒരുപാട് കാലമായി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ET മുഹമ്മദ് ബഷീർ സാഹിബിനെ അതിൽ ഉൾപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും 1984 മുതൽ ശ്രീ E അഹമ്മദ് കേരളത്തിൻ്റെ മന്ത്രിയായ കാലം മുതൽ അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രതിനിധിയായി ഐക്യരാഷ്ട്രസഭയിലേക്ക് വിവിധ സർക്കാരുകൾ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ വാജ്പേയി ഗവൺമെൻറ് ഉള്ള സമയത്ത് 5 വർഷത്തിനിടെ 6 തവണ E അഹമ്മദ് സാഹിബിനെ ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇന്ത്യയുടെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. അത് BJP ഭരിക്കുന്ന കാലമാണ്. അന്നൊന്നും നമ്മൾ രാഷ്ട്രത്തിൻ്റെ വിഷയം രാഷ്ട്രത്തിന് പുറത്തു പോയി പറയുന്നതിൽ നമുക്ക് അവസരം കിട്ടുന്നത് അഭിമാനകരമാണ്. നമ്മുടെ രാഷ്ട്ര വിഷയത്തിൽ എല്ലാവരും ഒന്നാണ്. ഇവിടെ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഓപ്പറേഷൻ സിന്ദൂരിനെയോ മറ്റോ BJP കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് രാജ്യത്തിനകത്ത് ജനാധിപത്യ സംവാദം നടത്തുന്നതിന് വിയോജിപ്പില്ല. പക്ഷേ രാജ്യത്തിന് പുറത്ത് ആ വിഷയത്തിൽ അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ തീവ്രവാദത്തിനും അതുപോലെ ഭീകരവാദത്തിനുമെതിരെ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും ആളുകളെ അണിനിരത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിലൂടെ സർക്കാർ കാണുന്നത് എന്നുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൽ ഭാഗവാക്കാകാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അവസരം വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ആഭ്യന്തരമായ വിഷയങ്ങളിൽ ഞങ്ങൾ എല്ലാ കാലവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും അതുപോലെ തന്നെ BJP ഭരിക്കുന്ന കാലത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഇത്തരം കാര്യങ്ങളിലേക്ക് പരിഗണിച്ചിട്ടുണ്ട്. ആ പരിഗണിച്ചതിൽ സന്തോഷമുണ്ട്. ആ പരിഗണിച്ചതിലുള്ള ഉത്തരവാദിത്വം വളരെ ഭംഗിയായി രാഷ്ട്രത്തെ പൗരന്മാരെന്ന നിലയിൽ അത് ഞങ്ങളുടെ നേതാവ് ET മുഹമ്മദ് ബഷീർ സാഹിബ് നിർവഹിക്കും. മറ്റ് ചർച്ചകളിലേക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് BJPക്ക് രാഷ്ട്രീയമുണ്ട് നമുക്കറിയാം. ഇപ്പോൾ നമ്മളെ തൊട്ടു മുമ്പ് സംസാരിച്ച ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ BJPയെ വെള്ളപൂശുന്ന ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഇതിന് ആഭ്യന്തരമായ തർക്കമുണ്ടെന്ന് വരുത്തി തീർത്ത് BJPയെ വെള്ളപൂശാൻ നിൽക്കുന്ന ശ്രമം. ഇത് നമ്മൾ BJPയോ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഒന്നല്ല, ഇത് ഇന്ത്യയാണ്, ഭാരതമാണ്. ഈ ഇന്ത്യക്കും ഭാരതത്തിനും വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ അത് ഇന്ത്യക്ക് പുറത്തു പോയി ഇന്ത്യക്ക് അകത്തെ രാഷ്ട്രീയം പറഞ്ഞത് അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ രാഷ്ട്രീയം പറയാത്തത്. നമുക്ക് പറയാനുള്ളത് നമുക്ക് ഭീകരവാദികളെ തുരുത്തണം, തീവ്രവാദം ഇല്ലാതെയാക്കണം. ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ആ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ബഷീർ സാഹിബ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മറ്റ് നേതാക്കന്മാരും ആ കാര്യത്തിൽ പ്രതികരിക്കാൻ മതി. എനിക്ക് തോന്നിയിട്ടുള്ള സംഗതി ഇപ്പൊ നമ്മൾ രാഷ്ട്രീയപരമായി തർക്കിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല, വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല എന്ന് തരൂർ പറഞ്ഞതിനോട് യോജിക്കേണ്ടി വരുമല്ലോ. രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല എന്ന് തരൂർ പറഞ്ഞതിനോടും യോജിക്കേണ്ടി വരും. അല്ല, ആരും രാഷ്ട്രീയം കാണാത്ത സമയത്ത് ഇവിടെ കോൺഗ്രസ് അല്ലേ രാഷ്ട്രീയം കണ്ടത്? അല്ല, തരൂര് പറഞ്ഞാലും അല്ല മഞ്ജുഷേ, അല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അവര് പറഞ്ഞോട്ടെ, അവരിതിൽ എന്താണ് കണ്ടത് എന്നുള്ളത് അവരെല്ലാം പറയുന്നത്. നമ്മൾ പറയുന്നത് നമ്മൾ രാഷ്ട്രമാണോ രാഷ്ട്രീയമാണോ വലുത്? രാഷ്ട്രം വളരെ പ്രധാനമാണ്. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് രാഷ്ട്രീയം അതിനേക്കാൾ പ്രധാനമാണ്. പക്ഷെ ഇവിടെ വിഷയം രാഷ്ട്രത്തിന്റെ ആഭ്യന്തരമാണ്. ആ ആഭ്യന്തര വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് തീവ്രവാദികൾക്കെതിരെ പോരാടുമ്പോൾ എന്തിനാണ് ഇന്ത്യയിലെ ഇത്തരം ജനപ്രതിനിധികളെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിനിധികളെ മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്? ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് MP-മാർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് ഇതിൽ ആഗോള ഭീകരവാദം, ആഗോള തീവ്രവാദം ഇതില്ലാതെയാക്കാൻ വിവിധ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ബാധ്യതകൾ, അതിൻ്റെ കൂട്ടായ്മകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുമെന്നാണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളോടൊപ്പം തന്നെ ഈ രാഷ്ട്രം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ പൗരന്മാരെയോ അല്ലെങ്കിൽ അവിടുത്തെ സൈനികരെയോ ഉപദ്രവിക്കുക എന്നുള്ളത് നമ്മുടെ നിലപാടായിരുന്നില്ല. അവിടെ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അവിടെ അത്തരം കാര്യങ്ങൾ ഇത് ഓരോ രാഷ്ട്രത്തെയും കണ്ട് നമ്മുടെ സൗഹൃദം ഉണ്ടാക്കി
അവരുടെ സൗഹൃദം പിന്നെ ഊട്ടി ഉറപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലേ. അവിടെയും നമ്മൾ രാഷ്ട്രീയം കയറ്റി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ മോശമാക്കാനോ ഏതെങ്കിലും സർക്കാരിന്റെ രാഷ്ട്രീയ ശൈലിയെ പിന്നെ പ്രോത്സാഹിപ്പിക്കാനോ അത് രണ്ടിനോട് നമുക്ക് അഭിപ്രായം ഇക്കാര്യത്തിലില്ല. നമുക്ക് ശക്തമായ രാഷ്ട്രീയമുണ്ട്. ഞാൻ തന്നെ ഈ ന്യൂസ് 18 പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നുന്നു ഏപ്രിൽ 22 എങ്ങാണ്ടാണ് ഈ പിന്നെ പഹൽഗാമിൽ പ്രശ്നമുണ്ടായത്. ഭീകരവാദികൾ 26 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ 26 പേരെ കൊലപ്പെടുത്തിയ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്ന് നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ചയിലേക്ക് പോകേണ്ട സമയമല്ല. അങ്ങനെ നമ്മളിപ്പോൾ അതിനെ കാണുന്നില്ല. അത് രാഷ്ട്രീയം പറയുന്ന സമയത്ത് BJP-യിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്ന് നമ്മൾ രാഷ്ട്രത്തിനകത്ത് ജനാധിപത്യ സംവാദം നടത്തുമ്പോൾ പറയും. രാഷ്ട്രീയം കാണുന്നില്ല അല്ലെ? അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ രാജ്യം ഭരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർക്കിതിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അവർക്കൊരു പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ BJP-യുടെ രാഷ്ട്രീയം ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ളത് അവർ പറയേണ്ടതാണ്. അതിന്റെ കാര്യങ്ങൾ ഇന്ന് അതിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനോ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ 5 MP മുസ്ലിം ലീഗിനുണ്ട്. 5 MP അതിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ രാജ്യസഭയിൽ 2ഉം ലോക്സഭയിൽ 3ഉം ഉണ്ട്. അപ്പോൾ അതിലെ നേതാവ് E.T. മുഹമ്മദ് സാഹിബിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് ഞങ്ങൾ അഭിമാനപൂർവ്വം സന്തോഷത്തോടെ നിർവഹിക്കുന്ന ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കാൻ രാഷ്ട്രത്തിലെ ഗവൺമെന്റ് അവസരം നൽകിയതിലുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്.